പുനലൂർ നെല്ലിപ്പള്ളിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തിൽ സർവീസ് സ്റ്റേഷൻ ജീവനക്കാരന് ജീവൻ നഷ്ടമായി. ലോറിയുടെ ക്യാബിന് മുകളിലേക്ക് കോൺക്രീറ്റ് പാളി വന്ന് വീണതാണ് അപകടത്തിന് കാരണം. 2 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പുനലൂർ നെല്ലിപ്പള്ളിയിലാണ് ദാരുണമായൊരു അപകടം ഉണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരം ശക്തമായ മഴയുണ്ടാകുന്ന ഘട്ടത്തിലാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ സർവീസ് സെൻറ്ററിന് ഇപ്പുറത്തുള്ള ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നതിൻ്റെ ഭാഗമായി സർവീസ് സെൻറ്റർ പൂർണ്ണമായി തകർന്നു വീഴുകയാണ്. ഈ ലോറിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. സർവീസ് സെൻറ്ററിന് മുകളിലേക്ക് കൂറ്റൻ കോൺക്രീറ്റ് വാളിയാണ് വീണത്. യഥാർത്ഥത്തിൽ ഈ ലോറി മാത്രമല്ല, ഇതിനടിയിൽ സ്കൂട്ടറുകളും ബസ്സും ഒക്കെ നമുക്ക് ദൃശ്യങ്ങൾ ഈ കാണാൻ കഴിയും. അതായത് അത്രമാത്രം വലിയ കോൺക്രീറ്റ് വാളി താഴേക്ക് വീഴുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഈ ലോറിയുടെ ക്യാബിനാണ് മുൻവശത്ത് കാണാൻ കഴിയുന്നത്. ആ ക്യാബിനുള്ളിൽ ഈ സർവീസ് സെൻറ്ററിൽ ഒരു ജീവനക്കാരനുണ്ടായിരുന്നു. ജീവനക്കാരൻ വിശ്രമിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഈ മേൽക്കൂര നേരെ ക്യാബിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഈ അഗ്നിരക്ഷാ സേന എത്തി നടത്തിയത്. വണ്ടിയുടെ ക്യാബിൻ്റെ ബെർത്തിലാണ് ഈ പുള്ളി കിടന്നിരുന്നത്. അപ്പോൾ ഒരു കാല് എവിടെ കുടുങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ ക്യാബിൻ്റെ ഭാഗങ്ങൾ സീറ്റിനോട് വളരെയേറെ ചേർന്ന് വളരെ കംപ്രസ്ഡായിട്ടിരുന്നതാണ്. ഏകദേശം 2 മണിക്കൂറോളം ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചാണ്. വളരെ ശ്രമകരമായൊരു ജോലിയായിരുന്നു. എങ്കിലും ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അതിനുള്ളിലുണ്ടായിരുന്ന ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വന്മള സ്വദേശി ഷിജു തോമസ് എന്ന ഈ സർവീസ് സെൻ്ററിലെ ജീവനക്കാരനാണ് ഇത്തരത്തിൽ ദാരുണമായ അന്ത്യമുണ്ടായത്. അയാൾക്ക് 2 കുട്ടികളും അച്ഛനും അമ്മയും ഒരു ഭാര്യയുമാണുള്ളത്. തീർച്ചയായും ആ ഒരു ദാരുണമായ സംഭവത്തിൽ അയാൾക്ക് വേണ്ട എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള RDO എടുത്തും തഹസിൽദാരോടുണ്ട്. അവരിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെയും തുറന്നുള്ള ദിവസങ്ങളിലും ആവശ്യമായ എല്ലാ സഹായവും എത്തിക്കാം എന്നുള്ള നിലയിൽ അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഷിജുവിനൊപ്പം ഉണ്ടായിരുന്ന, അവിടെ ജോലി ചെയ്തിരുന്ന സർവീസ് സെൻ്ററിലെ ജീവനക്കാരനാണ് ഇവിടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ഈ അപകടം? ആ സമയത്ത് അവിടെ എവിടെയായിരുന്നു? ഞാൻ വണ്ടി കഴുകാൻ പോകുമ്പോൾ ഫുട്ബോഡി, ആ സ്കൂൾ ബസ്സിൻ്റെ ഫുട്ബോഡി ഇരിക്കുക. അത് കഴിഞ്ഞ് ഇതായി ഇവിടെ ആഞ്ഞതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ നിർത്തിയാൻ വെച്ച് വന്ന് ഇവനെ വിളിച്ചപ്പം ആൾ ഇവനെ വിളി കേൾക്കുന്നില്ല. അങ്ങനെ ഒരു ടിപ്പർ അകത്ത് കയറ്റിയിട്ടുണ്ട്. അതിൽ പോയി തട്ടി വിളിച്ചപ്പോൾ അതിനകത്തുണ്ട്. വർഷാപ്പിലെ മെക്കാനിക്കലും ഇവർ രണ്ടുകൂടെ എൻ്റെ പറഞ്ഞ് എന്തിനാ കിടന്ന് നനയുന്ന ഈ എന്തൊരിടിയായി ഇയാൾ വിളി കിടന്ന് നനയും. ഇത് പറഞ്ഞ് അവരുടെ ഒരിക്കലോട്ട് പോയി അവരെൻ്റെ പറഞ്ഞ് ലോൺ എന്തോടെ ഒന്ന് പൊടിപാലം പോലെ ഒന്ന് കാണുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് സംഭവം എല്ലാം കഴിഞ്ഞു. നിലവിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.